ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ടൈം ഇവാലുവേഷൻ 2023-24 സോഷ്യൽ സയൻസ് 7ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനോടൊപ്പം തന്നെ വിശദമായ ആൻസറും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബേസിക് സയൻസ്, ഹിന്ദി തുടങ്ങിയ ഈ പ്രാവശ്യത്തെ എക്സാമിൻ്റെ, അതായത് 2023-24 എക്സാമിൻ്റെ ആൻസർക്ക് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ക്രിസ്മസ് എക്സാം ആൻസർക്ക് 2023 എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. ഈ സമയം നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ നോക്കി മനസ്സിലാക്കി അത് റൗണ്ട് ഇട്ട് വെക്കുക. ഓക്കെ, 10 ആക്ടിവിറ്റീസ് ഉള്ളതിൽ അറിയാവുന്ന 8 എണ്ണം നിങ്ങൾ എഴുതിയാൽ മതി. 2 എണ്ണം നിങ്ങൾക്ക് ചോയ്സാണ്. അപ്പോൾ ഏറ്റവും അറിയാവുന്ന 8 എണ്ണം നിങ്ങൾ എഴുതുക. ഓക്കെ, നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. The economic activities around us can be divided into different sectors. The sectors that manufacture goods making use of the raw material, the sector involving activities making direct use of natural resources, the sector that includes all services. അപ്പോൾ നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റീസിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. കണക്ട് ദ എബവ് മെൻഷൻ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ഡിഫറെൻറ്റ് എക്കണോമിക് സെക്ടേഴ്സ് ആൻഡ് റൈറ്റ് ഇൻ ദം കറക്റ്റ് ഓർഡർ. അപ്പോൾ കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ് എക്കണോമിക് സെക്ടർ. അപ്പോൾ ഫീച്ചേഴ്സ് അങ്ങനെ നമ്മൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം പ്രൈമറി സെക്ടർ ഏതാണ്? ദ സെക്ടർ ഇൻവോൾവിങ് ആക്ടിവിറ്റീസ് മേക്കിംഗ് ഡയറക്റ്റ് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. നാച്ചുറൽ റിസോഴ്സിൻ്റെ ഡയറക്റ്റ് യൂസ് ചെയ്യുന്ന സെക്ടറിനെയാണ് നമ്മൾ പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത്. അത് നമ്മൾ ആദ്യത്തെ ഇതിൽ എഴുതുക. പ്രൈമറി സെക്ടർ, അതിൻ്റെ ഫീച്ചറും എഴുതുക. ഓക്കെ, സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത് ദ സെക്ടർ ദാറ്റ് മാനുഫാക്ചേഴ്സ് ഗുഡ്സ് മേക്കിംഗ് യൂസ് ഓഫ് ദ റോ മെറ്റീരിയൽ. ഇനി തേർഡ് വൺ ഏതാണ്? ടെറിറ്ററി സെക്ടർ, ദ സെക്ടർ ദാറ്റ് ഇൻക്ലൂഡ്സ് ഓൾ സർവീസസ്. ഇതൊക്കെ നമുക്കിവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ആൻസർ നമ്മൾ എഴുതാൻ വേണ്ടു. ഓക്കെ, ഇനി അടുത്ത വിച്ച് സെക്ടർ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഇൻ എക്കണോമിക് ആക്ടിവിറ്റീസ് വൈ? ഏത് സെക്ടറാണ് ഈ എക്കണോമിക് ആക്ടിവിറ്റീസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത്? അതെന്താണ് നമ്മൾ പഠിച്ചത്? ദ പ്രൈമറി സെക്ടറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം എന്താണ്? പ്രൈമറി സെക്ടർ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്കണോമിക് സെക്ടർ. ഫുഡ് പ്രൊഡക്ഷൻ ഉണ്ട്, അതേപോലെ ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. മോർ ഓവർ ദ സെക്ടർ ഇൻവോൾവിങ് ആക്ടിവിറ്റീസ് മേക്കിംഗ് ഡയറക്റ്റ് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. ഈ പ്രൈമറി സെക്ടർ ഉണ്ടെങ്കിലേ ബാക്കി എല്ലാ സെക്ടറിനും വളരുവാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി വളരെ എളുപ്പമുള്ള ആക്ടിവിറ്റി ആണ്. അപ്പോൾ രണ്ടാമത്തെ ആക്ടിവിറ്റി നമുക്ക് നോക്കാം. ദ സോഷ്യൽ റിഫോമേഴ്സ് ആൻഡ് ദെയർ മൂവ്മെൻറ്റ്സ് പ്ലേഡ് എ മേജർ റോൾ ഇൻ ദ ലേറ്റർ ഡെവലപ്മെൻറ്റ് ഓഫ് കേരള. ഐഡൻറ്റിഫൈ ദ സോഷ്യൽ റിഫോമേഴ്സ് ഫ്രം ദ ഗിവൺ ഹിൻസ്. അപ്പോൾ നമുക്ക് ഒരുപാട് സൂചനകൾ തന്നിട്ടുണ്ട്, ക്ലൂസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ സോഷ്യൽ റിഫോമറുടെ പേര് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത ആക്ടിവിറ്റി. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കാം. ബോൺ അറ്റ് ശാസ്താംകോവിൽ ഇൻ കന്യാകുമാരി. കന്യാകുമാരിയിലെ ശാസ്താംകോവിലാണ് ജനിച്ചത്. ബിഗാൻ ദ പ്രാക്ടീസ് ഓഫ് ഇൻ്റർഡൈനിങ് ആരംഭിച്ചു. റൈസ്ഡ് വോയിസ് എഗെയിൻസ്റ്റ് ദ ഇവിൽ കസ്റ്റം ഓഫ് പ്രിവെൻറ്റിംഗ് വിമൻ ഫ്രം വിയറിംഗ് അപ്പർ ക്ലോത്ത്. സ്ത്രീകൾക്ക് വസ്ത്രം, അതായത് മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശത്തിന് അനുകൂലിച്ച് സമരം ചെയ്തു. അപ്പോൾ അത് ആരാണെന്നാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അത് ആരാണ്? ഫസ്റ്റ് വൺ വൈകുണ്ഠ സ്വാമികളാണ്. രണ്ടാമത്തെ ക്ലൂ നമുക്ക് വായിച്ചു നോക്കാം. ബോൺ അറ്റ് കണ്ണമൂല ഇൻ തിരുവനന്തപുരം, ഇന്റർഡൈൻഡ് വിത്ത് ദ ഡിപ്രസ്ഡ് ക്ലാസസ്. വേദഹന്തി നിരൂപണം ഈസ് വൺ ഓഫ് ദ മേജർ വർക്ക്സ്. തിരുവനന്തപുരത്തെ കണ്ണമൂലയിലാണ് ജനനം. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി വേദാധികാര നിരൂപണം എന്ന കൃതി രചിച്ചു. ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അപ്പോൾ സെക്കൻഡ് വൺ ആരാണ്? ചട്ടമ്പി സ്വാമികൾ. ഇനി മൂന്നാമത്തെ നോക്കാം. ദ ഡിക്ലറേഷൻ ദ കാസ്റ്റ് ഓഫ് ഹ്യൂമാനിറ്റി ഈസ് ബീയിങ് ഹ്യൂമൻ. ബോൺ അറ്റ് ചെമ്പഴന്തി ഇൻ തിരുവനന്തപുരം. ദൈവദശകം ഈസ് വൺ ഓഫ് ഹിസ് മേജർ വർക്ക്സ്. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന പ്രഖ്യാപനം. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ജനനം. ദൈവദശകം എന്നത് പ്രധാന കൃതികളിലൊന്നാണ്. അപ്പോൾ ഇതാരാണ്? ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള സൂചനകളാണ് നമ്മൾ വായിച്ചത്. ഇനി നാലാമത്തെ നോക്കാം. ബോൺ അറ്റ് വെങ്ങാനൂർ ഇൻ തിരുവനന്തപുരം. founded സാധുജന പരിപാലന സംഘം, became a member of the ശ്രീമൂലം പ്രജാസഭ.
തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് ജനനം. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? അയ്യങ്കാളിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഫിഫ്ത്ത് വൺ, മാസ്റ്റേർഡ് ദ വാരിയസ് ലാംഗ്വേജസ് ലൈക്ക് മലയാളം, ഉറുദു, അറബിക് ആൻഡ് സാൻസ്ക്രിറ്റ്. ബോൺ അറ്റ് വക്കം ഇൻ തിരുവനന്തപുരം. സ്റ്റാർട്ടഡ് ദ ന്യൂസ് പേപ്പർ സ്വദേശാഭിമാനി. മലയാളം, ഉറുദു, അറബിക്, സംസ്കൃതം എന്നീ ഭാഷകളിൽ പ്രാവീണ്യം. തിരുവനന്തപുരം ജില്ലയിലെ വക്കത്ത് ജനനം. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചു. അപ്പോൾ അത് ആരെക്കുറിച്ചാണ് പറയുന്നത്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. അപ്പോൾ വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. ഇതിൽ 5 മാർക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുകയാണ്. നമ്മൾ സാമൂഹിക പരിഷ്കർത്താക്കൾ അഥവാ സോഷ്യൽ റിഫോമേഴ്സിനെ പറ്റി പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആർ ദ. അപ്പോൾ ആദ്യത്തെ സ്കെച്ച്, രണ്ടാമത്തെ മാപ്പ്, മൂന്നാമത്തേത് പ്ലാൻ. ഇനി അടുത്ത ചോദ്യം എന്താണ്? ബി ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ആർ സ്കെച്ച് ആൻഡ് പ്ലാൻ ഡിഫറെൻറ്റ് ഫ്രം. സ്കെച്ചും പ്ലാനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദ സ്കെച്ചസ് ആർ ഡ്രോയിങ്സ് ഹാവിങ് ലിമിറ്റഡ് ഇൻഫോർമേഷൻ അബൌട്ട് എ പ്ലേസ് ഡ്രോൺ ഫ്രം വൺസ് ഓൺ മെമ്മറി ഓർ ബൈ ഒബ്സർവിങ് ദാറ്റ് പ്ലേസ്. അപ്പോൾ സ്കെച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ മെമ്മറിയിലുള്ള ഇൻഫോർമേഷൻ ഉപയോഗിച്ച് വരയ്ക്കുന്നതാണ് സ്കെച്ച്. എന്നാൽ പ്ലാൻസ് എന്ന് പറഞ്ഞാലോ, പ്ലാൻസ് ആർ പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ എക്സാക്ട് മെഷർമെൻറ്റ്. ദാറ്റ് ഈസ് ദ പോയിന്റ്. എക്സാക്ട് മെഷർമെൻറ്റ്, ലൊക്കേഷൻ ഡീറ്റെയിൽസ്, സ്കെയിൽസ് ആൻഡ് ഡയറക്ഷൻ. അപ്പം പ്ലാൻസ് എന്ന് പറയുന്നത് അത് എക്സാക്റ്റ് മെഷർമെൻ്റ് ആണ്. കൃത്യമായ അളവുകളും വിവരങ്ങളുമാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ സ്കെച്ച് എന്ന് പറഞ്ഞാൽ ഒരാളുടെ മെമ്മറിയിൽ ഒരു സ്ഥലം ഒബ്സർവ് ചെയ്ത ആളെ മെമ്മറിയിൽ നിന്ന് ഉണ്ടാവുന്ന ഫിനോമിന ദാറ്റ് ഓക്കർ നാച്ചുറലി ആൻഡ് റിസൾട്ട് ഇൻ ദ ലോസ് ഓഫ് man and property of man, loss of the life and property of man. First one, landslide is one of the natural disasters that occur in our state. What is landslide? അപ്പോൾ landslide എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാമത്തെ ചോദ്യം, what security measures are to be taken during the landslide? ലാൻഡ്സ്ലൈഡ് സമയത്ത് എന്തൊക്കെ മെഷേഴ്സ്, സെക്യൂരിറ്റി മെഷേഴ്സ്, സുരക്ഷാ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം? അതാണ് മൂന്നാമത്തെ ആക്ടിവിറ്റി. അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി വാട്ട് ഈസ് ലാൻഡ്സ്ലൈഡ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. ലാൻഡ്സ്ലൈഡ് ഈസ് ദ fast down slope movement of rock, soil, mud along steep slopes. ചെങ്കുത്തായ ചെരുവുകളിലൂടെ ഫാസ്റ്റ് ആയിട്ടുള്ള റോക്സിൻ്റെയും സോയിലിൻ്റെയും ആ ഫാസ്റ്റ് മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് എടുക്കാം എന്നുള്ളതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ, സ്റ്റേ ഇൻഫോംഡ് ത്രൂ ലോക്കൽ ന്യൂസ് അപ്ഡേറ്റ്സ് ആൻഡ് എമർജൻസി ബ്രോഡ്കാസ്റ്റ്. സ്റ്റേ കാം ആൻഡ് അലേർട്ട്. ഇവാക്വേറ്റ് ദ പ്ലേസ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 5. Poverty still persists in various parts of India even after the increased food production. ഫുഡ് പ്രൊഡക്ഷൻ കൂടിയിട്ടും ഇപ്പോഴും ദാരിദ്ര്യം, പോവർട്ടി എല്ലാ സ്ഥലത്തും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് കാരണം? വാട്ട് മൈറ്റ് ബി ദ റീസൺ? അതിന് കാരണം എന്തായിരിക്കും? എക്സ്പ്ലെയിൻ ഫുഡ് സെക്യൂരിറ്റി. നെയിം 2 പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് ടു ഇറാഡിക്കേറ്റ് പോവർട്ടി. ഇതൊക്കെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒരു 4-5 എണ്ണം റെഫർ ചെയ്ത ആൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പരിചിതമായിരിക്കും. ഒരുപാട് വീഡിയോസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. അത് എന്താണ് കാരണം? ഫുഡ് പ്രൊഡക്ഷൻ കൂടിയിട്ടും ഇപ്പോഴും ദാരിദ്ര്യം നിലനിൽക്കുന്നതിന് കാരണം എന്താണ്? ദാറ്റ് മേ ബി ദ റീസൺ ഡിഫക്ട്സ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ. വിതരണത്തിലുള്ള ഡിഫക്ട്സ് ആയിരിക്കും. എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. പിന്നെ ലാക്ക് ഓഫ് പർച്ചേസിംഗ് പവർ ഓഫ് ഇൻഡിവിജ്വൽ, എക്സ്പോർട്ട് ഓഫ് എസെൻഷ്യൽ ഗുഡ്സ്, ലാക്ക് ഓഫ് ദ അവൈലബിലിറ്റി ഓഫ് adequate supplies in many places. Okay, defects in distribution, lack of purchasing power of individual, export of essential goods, lack of availability of adequate supplies in many places. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ഫുഡ് സെക്യൂരിറ്റി? Okay, food security means availability, accessibility and affordability of food to all people അറ്റ് ഓൾ ടൈംസ്. എല്ലാ ജനങ്ങൾക്കും എല്ലാ സമയത്തും ഫുഡ് അവൈലബിൾ ആകുക. അതാണ് ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? സി ക്വസ്റ്റ്യൻ, നെയിം 2 പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് ടു ഇറാഡിക്കേറ്റ് പോവർട്ടി. പോവർട്ടി ഇല്ലാതാക്കാൻ വേണ്ടി നമ്മുടെ ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഏതെങ്കിലും 2 പ്രോഗ്രാംസിൻ്റെ പേരെഴുതാനാണ്. അപ്പം അന്നപൂർണ്ണ എഴുതാം, അന്ത്യോദയ അന്ന യോജന എഴുതാം, മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി, റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എഴുതാം, സ്വർണ്ണ ജയന്തി സഹാര
ബെഹാരി റോസ്ഗർ യോജന. ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രണ്ടെണ്ണം എഴുതുക. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയാണ് Man's indiscreet actions affect not just the soil but also the lithosphere. മനുഷ്യൻ്റെ വളരെ ഉപദ്രവകരമായ ഇടപെടൽ മൂലം അത് സോയിലിന് മാത്രമല്ല, മണ്ണിന് മാത്രമല്ല ദോഷം, ലിത്തോസ്ഫിയറിന് മൊത്തത്തിൽ എന്താണ് ഭയങ്കര എഫക്റ്റ് ചെയ്യുന്നു. റൈറ്റ് എനി ഫോർ ലാൻഡ് ഫോംസ് ഇൻ ദ ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയറിലുള്ള 4 ലാൻഡ് ഫോംസിൻ്റെ പേര് എഴുതാനാണ് ബി ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ ഡീപ്പസ്റ്റ് ട്രെഞ്ച് ഇൻ ദ പസഫിക് ഓഷ്യൻ. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? 4 എന്തൊക്കെയാണ്? മൗണ്ടൻസ് എഴുതാം, ബ്രോഡ് പ്ലാറ്റ്യൂസ് എഴുതാം, പ്ലെയിൻസ് എഴുതാം, കോസ്റ്റൽ ഏരിയസ്, ഡെസേർട്ട്സ്, ഐലൻഡ്സ്. എന്തൊക്കെ എഴുതാം? മൗണ്ടൻസ്, പ്ലാറ്റ്യൂസ്, പ്ലെയിൻസ്, കോസ്റ്റൽ ഏരിയാസ്, ഡെസേർട്ട്സ്, ഐലൻഡ്സ്. പിന്നെ എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ? വിച്ച് ഈസ് ദ ഡീപ്പസ്റ്റ് ട്രെഞ്ച് ഇൻ പസഫിക് ഓഷ്യൻ. പസഫിക് ഓഷ്യനിലുള്ള ആഴമേറിയ ഗർത്തം ട്രെഞ്ചിന് എന്താ പറയാന്ന്? ചലഞ്ച് ഡീപ്പ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ആക്ടിവിറ്റി 7. The development of nationalism among Indians led to the formation of organization and association in different parts of the country. Match the following leaders with their respective organization. അപ്പോൾ ലീഡേഴ്സും ഓർഗനൈസേഷനും ആണ് തന്നത്. എ.ഒ. ഹ്യൂം തന്നിട്ടുണ്ട്, രാജാറാം മോഹൻ റോയ്, ജ്യോതിറാവ് ഫുലെ, നവാബ് സലീമുള്ള ഖാൻ, ആനി ബെസന്റ്. ഇപ്പം നമുക്ക് നോക്കാം. നവാബ് സലീമുള്ള ഖാൻ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ആനി ബെസന്റ് ഹോം റൂൾ മൂവ്മെൻറ്റ്, രാജാറാം മോഹൻ റോയ് ബ്രഹ്മ സമാജ്, സത്യശോധക് സമാജ്, ജ്യോതിറാവ് ഫുലെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, എ.ഒ. ഹ്യൂം. അപ്പോൾ എല്ലാവർക്കും അറിയാലോ, എ.ഒ. ഹ്യൂം എവിടെ എഴുതും? എ.ഒ. ഹ്യൂം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, എ.ഒ. ഹ്യൂം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, രാജാറാം മോഹൻ റോയ് ബ്രഹ്മ സമാജ്, ജ്യോതിറാവ് ഫുലെ സത്യശോധക് സമാജ്, നവാബ് സലീമുള്ള ഖാൻ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്, ആനി ബെസന്റ് ഹോം റൂൾ മൂവ്മെൻറ്റ്. 5 മാർക്കാണ് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതിയാൽ. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? കംപ്ലീറ്റ് ദ ടേബിൾ, ഫൈൻഡ് ഔട്ട് ദ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ആൻഡ് ഡയറക്ഷൻ ഗിവൺ ഇൻ ദ മാപ്പ്. ഹൂ ഈസ് നോൺ ദ ഫാദർ ഓഫ് മോഡേൺ കാർട്ടോഗ്രഫി. അപ്പം ഫാദർ ഓഫ് മോഡേൺ കാർട്ടോഗ്രഫി അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. അത് എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ എന്താണ് നിങ്ങൾ എഴുതിയെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് നോക്കാം. ഇവിടെ എന്താണ്? നോർത്തിൽ ലഡാക്കാന്ന് തന്നിട്ടുണ്ടല്ലേ. അപ്പം നമുക്കറിയാം ഇവിടെ ഡയറക്ഷൻസ് തന്നിക്കണ്. നോർത്ത്, സൗത്ത്, അതേപോലെ തന്നെ വെസ്റ്റ്, ഈസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നോർത്തിൽ എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? ലഡാക്ക്. നോർത്തിൽ ലഡാക്ക് നമ്മൾ കണ്ടല്ലോ. നോർത്തിൽ ലഡാക്ക് കണ്ടു. അപ്പോൾ സൗത്തിൽ എന്താണ്? സൗത്തിൽ തമിഴ്നാട്. അപ്പോൾ നമുക്കിവിടെ തമിഴ്നാട് എന്ന് എഴുതാം. ഓക്കെ, തമിഴ്നാട് എന്ന് എഴുതാം. ഇനി അടുത്തത് എന്താ? അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശ് എന്ന് പറഞ്ഞാൽ ഏത് സൈഡാണ്? ഈസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ഈസ്റ്റിൽ അരുണാചൽ പ്രദേശ്. ഇനി വെസ്റ്റ് നമുക്കറിയാമല്ലോ, വെസ്റ്റ് ഗുജറാത്താണ്. അപ്പോൾ നമുക്ക് വെസ്റ്റ് ഗുജറാത്ത് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് ക്വസ്റ്റ്യനിൽ തന്നെ ഇതിൻ്റെ ആൻസർ ഉണ്ട്, വളരെ സിമ്പിളാണ്. ഇനി നോർത്ത് ഈസ്റ്റിൽ ഉത്തരാഖണ്ഡാന്ന് പറഞ്ഞാൽ, നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ ആയിട്ട് വരും? നോർത്തിൻ്റെയും ഈസ്റ്റിൻ്റെയും ഇടയിൽ. അപ്പം ഇവിടെ നോർത്താണ്, ഇവിടെ ഈസ്റ്റാണ്. അപ്പോൾ നോർത്തിൻ്റെ ഈസ്റ്റിൻ്റെ ഇടയിൽ ആരാണ്? ഉത്തരാഖണ്ഡ്. അപ്പോൾ ഗോവ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? വെസ്റ്റിൻ്റെയും സൗത്തിൻ്റെയും ഇടയിലല്ലേ. അപ്പം നമുക്ക് എന്ത് എഴുതാം? സൗത്ത് വെസ്റ്റ് എന്ന് എഴുതാം. ഓക്കെ, സൗത്ത് വെസ്റ്റ് ഗോവ. ഓക്കെ, അതേപോലെ ഫാദർ ഓഫ് മോഡേൺ കാർട്ടോഗ്രഫി കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തത് ആക്ടിവിറ്റി 9 വളരെ ക്ലിയർ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ മനസ്സിലാവും. ഇവിടെ തെറ്റിച്ചിട്ടാണ് കൊടുത്തത്, ഓരോ ഈവൻസും തെറ്റിച്ചിട്ടാണ് കൊടുത്തത് അല്ലേ. മലബാർ റിബല്യൻ, ജാലിയൻ വാലാബാഗ്, അതേപോലെ നോൺ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, ചൗരി ചൗര ഇൻസിഡൻറ്റ്, അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്, വൈക്കം സത്യാഗ്രഹം, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ക്ലിയറാണ്. പിന്നെ ഇവിടെ ഇയേഴ്സും കൊടുത്തിട്ടുണ്ട്. നമ്മളോട് അറേഞ്ച് ആൻഡ് കംപ്ലീറ്റ് ദ ടൈം ലൈൻ. അപ്പോൾ നമ്മൾ ടൈം ലൈൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഇവിടെ നോക്കൂ, 1919 ജാലിയൻ വാലാബാഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ
എന്താണ് ഇങ്ങോട്ട് എഴുതേണ്ടത്? ഇങ്ങോട്ടും മുകളിലേക്ക് നടന്ന സംഭവങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് 1918. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതാം 1918. ഇവിടെ നമ്മൾ 1918 എഴുതാം. എന്നിട്ട് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് എന്ന് എഴുതാം. ഇനി നമുക്ക് നോക്കാം. ജാലിയൻ വാലാബാഗ് മസാക്കർ 1999, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് 1920, ദ മലബാർ റിബല്യൻ 1921, ദ ചൗരി ചൗര ഇൻസിഡൻറ്റ് 1922, വൈക്കം സത്യാഗ്രഹ 1924. അപ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെ എഴുതാം? നിങ്ങൾ ഓർഡർ നോക്കി എഴുതാം. 1924 വൈക്കം സത്യാഗ്രഹ. ഓക്കെ, വൈക്കം സത്യാഗ്രഹം. അതേപോലെ തന്നെ എന്താണ് പിന്നെ 1922 എന്താ ചൗരി ചൗര ഇൻസിഡൻറ്റ്, 1921 എന്താണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. അങ്ങനെ നിങ്ങൾ എഴുതുക. ഓക്കെ, 1921 മലബാർ റിബല്യൻ, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് 1920 അങ്ങനെ എഴുതുക. ഇനി നമുക്ക് അടുത്ത ചോദ്യം 10. മെനി സോഷ്യൽ ഈവൽസ് ലൈക്ക് the denial of equal opportunity and exploitation prevailed in Kerala. This situation changed the result of activities of the social reformers of that time. Write down any 2 evil practices existed in Kerala. കേരളയിൽ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഏതെങ്കിലും 2 evil practice എഴുതാനാണ്. Who founded ആത്മവിദ്യാ സംഘം? ആത്മവിദ്യാ സംഘം ആരാണ് കണ്ടുപിടിച്ചത്? വാഗ്ബടാനന്ദനാണ് ആത്മവിദ്യാ സംഘം കണ്ടുപിടിച്ചത്. അപ്പോൾ ആത്മവിദ്യാ സംഘം ആരുടേതാണ്? വാഗ്ബടാനന്ദൻ. റൈറ്റ് ഡൗൺ എനി 2 evil practices existed nowadays in our society. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ ആദ്യം നിന്നിരുന്നത് അൺടച്ചബിലിറ്റി, സ്ലേവറി, ചൈൽഡ് മാരേജ് ഒക്കെ ആയിരുന്നു പണ്ടത്തെ കാലത്ത് നിന്നത്. എൻ്റെ ആൻസർ നോക്കാം. കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ അതേപോലെ സൂപ്പർസ്റ്റിഷ്യസ് ആണ് ഇന്നും നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മൾ 7ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ്, ബേസിക് സയൻസ്, ഹിന്ദി തുടങ്ങിയ 3 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നടത്തിയത്. വിശദമായ ആൻസർ എല്ലാത്തിൻ്റെയും ഉണ്ട്. അപ്പോൾ നിങ്ങൾ കാണാൻ മറക്കരുത്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ക്രിസ്മസ് എക്സാം ആൻസർ കീ 2023 എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ബാക്കിയുള്ള സബ്ജക്റ്റിൻ്റെയൊക്കെ വീഡിയോ കാണാം. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്